കോഹ്ലി മാജിക് കണ്ടിന്യൂസ്. ആക്ച്വലി നമുക്കിത് എത്ര നാൾ മുമ്പായിരുന്നു ഇങ്ങനെ ഒരു കോൺഫിഡൻസോടെ നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് പിറകോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 2023 വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റുമായിരുന്നു. ആ ഒരു സമയത്ത് കോഹ്ലിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒട്ടനവധി പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തുടർന്ന് പിന്നെ T20 വേൾഡ് കപ്പ് നടന്നു. അത് പിന്നെ വേറെ ഫോർമാറ്റാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ശേഷം ഒട്ടനവധി ODI സീരീസുകൾ നടന്നു. എന്നാൽ പലപ്പോഴും അതിനൊന്നും വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് കോഹ്ലിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. പങ്കെടുത്തപ്പോഴെല്ലാം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് പലപ്പോഴും കോഹ്ലിയിൽ നിന്ന് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ കാലം മുമ്പോട്ട് പോയപ്പോൾ 2024 സോറി ഈ ഒരു വർഷം ഇതേപോലെ ചാമ്പ്യൻസ് ട്രോഫി നടന്നു. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്തും കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് ഒരു മികച്ച രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്ന് ടെസ്റ്റ് വന്നു. അങ്ങനെ ടെസ്റ്റിൽ നിന്ന് വിരമിക്കേണ്ട സിറ്റുവേഷൻ വന്നു പെർഫോമൻസിൻ്റെ ഇതുകൊണ്ട്. അങ്ങനെ അതായത് നമ്മൾ നോക്കുമ്പോൾ 2023 വേൾഡ് കപ്പിന് ശേഷം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് അല്ലെങ്കിൽ കോഹ്ലിനെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഹ്ലി വാസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. ഒരു എപ്പോഴും ഒരു ടീം ടോട്ടൽ വയ്ക്കുമ്പോൾ അതിനകത്ത് കോഹ്ലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ സമയങ്ങളിലും ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ചധികം നാളായിട്ട് അത് ഒരു പയ്യെ പയ്യെ ലാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് പുതിയതായിട്ട് ടീമിലേക്ക് വന്നുകൊണ്ടിരുന്ന യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഗില്ലിനെ പോലുള്ള ആളുകൾ ഈ ഒരു ഗ്യാപ്പ് ക്രമേണ ഫില്ല് ചെയ്തും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി നാളായിട്ട് ഇതേപോലെ BCCIയുടെ ആസ് യു ഓൾ നോ BCCIയുടെ പോസ്റ്റർ ബോയ് എന്നുള്ള രീതിയിൽ കോഹ്ലിയായിരുന്നു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ടെസ്റ്റിൽ നിന്നും കൂടെ വിരമിച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഒരു ODI ഫോർമാറ്റിൽ മാത്രം നിലനിൽക്കുന്ന രീതിയിലേക്ക് കോഹ്ലി മാറിയല്ലോ. അപ്പോൾ BCCIക്ക് എപ്പോഴും ആവശ്യം ഈ ഒരു ബിസിനസ് നിലനിർത്താൻ വേണ്ടി എപ്പോഴും ആവശ്യം ഈ ഒരു പോസ്റ്റർ ബോയ് ഇമേജ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഗില്ലിനെ കണ്ടപ്പോൾ അവർ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ആ ഒരു രീതിയിലേക്ക് പയ്യെ പയ്യെ മാറി ചിന്തിച്ച് തുടങ്ങി. പിന്നെ നമ്മൾ തന്നെ സ്റ്റാറ്റ്സ് എല്ലാം നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയൊക്കെ സ്റ്റാറ്റ്സിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രോഹിത്തിൻ്റെ കാര്യം ഞാനിവിടെ പറയുന്നില്ല. അത് എന്താ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതിവിടെ പറയുന്നില്ല. അത് വേറൊരു രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം ബാറ്റിംഗ് ആവറേജിനല്ല സ്ട്രൈക്ക് റേറ്റിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. ഇത് പിന്നെ സംസാരിക്കാം. അങ്ങനെ ടെസ്റ്റിൽ നിന്നും കൂടെ വിരമിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് ഇവരുടെ രണ്ടുപേരുടെയും രോഹിത്തിൻ്റെ ആണെങ്കിലും കോഹ്ലിയുടെ ആണെങ്കിലും ഇനി അടുത്ത ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് വരുന്ന 2027 വേൾഡ് കപ്പിൽ പങ്കെടുക്കുക. അതിനകത്ത് എന്താ ഏറ്റവും ഭാഗഭാക്കാകുക. അതേപോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത് ആ വേൾഡ് കപ്പ് ഉയർത്തുക എന്നുള്ളതാണ് ഇനി ഇവരുടെ രണ്ടുപേരുടെയും കരിയറിൽ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മുമ്പോട്ട് നോക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കോച്ചാണെങ്കിലും ഇപ്പോഴത്തെ സെലക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്രയും നാൾ പ്രായം മുമ്പോട്ട് പോകുന്ന ഇവരെ ടീമിൽ നിലനിർത്താൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അത് പല പല കാരണങ്ങളുണ്ടാവാം. ഞാൻ ഒരു കാരണം ഈ ഒരു രീതിയിൽ ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിപ്പോർട്ടേഴ്സ് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതായത് ഇതിന് മുമ്പ് വരെ പിന്നെ ഉറപ്പായിട്ടും രോഹിത്തും കോഹ്ലിയും ഉണ്ടാവും. അവർ ടീമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എന്നൊക്കെ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പല ആളുകളും ഇപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒരു ഉറപ്പ് ഇപ്പോഴത്തേക്ക് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഗംഭീറാണെന്നുണ്ടെങ്കിലും സെലക്ടറാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു പെർസ്പെക്റ്റീവ് ആ ഒരു രീതിയിലേക്ക് പയ്യെ പയ്യെ ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രസ് മീറ്റിൽ പോലും ഗംഭീർ അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഗംഭീറിൻ്റെയും അതേപോലെ സെലക്ടേഴ്സിൻ്റെയും ഈ രീതിയിലുള്ള പ്രകടനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഓരോ കമൻറ്റ്സ് കോഹ്ലിനെ പോലുള്ള അല്ലെങ്കിൽ രോഹിത്തിനെ പോലുള്ള കളിക്കാരെ എന്തുകൊണ്ടും അത് ഒരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയാൻ സാധിക്കും. കാരണം കോഹ്ലിയുടെ കരിയറിൽ അത് ശരിക്കൊരു വ്യത്യാസം അത് കൊണ്ടുവന്നു. ഇങ്ങനെ അതായത് കോഹ്ലി എല്ലാ കാലഘട്ടത്തിലും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രഷർ വരുന്ന ഒരു ഹൈ പ്രഷർ വരുന്ന ഗെയിമിലോ അല്ലെങ്കിൽ ചാലഞ്ച് വരുന്ന സിറ്റുവേഷനിലാണ് കോഹ്ലി എന്ന പ്ലെയർ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു ചലഞ്ച് വന്നിരിക്കുകയാണ്. ഇവൻ ദോ അദ്ദേഹം ഒരുപാട് റൺസ് എടുക്കണം എന്നൊന്നും അല്ലെങ്കിൽ ഒരുപാട് സെഞ്ചുറി അടിക്കണം എന്നൊന്നും അല്ല നോക്കി കാണുന്നത്. 2027 വരുന്ന വേൾഡ് കപ്പിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ടീമിൽ നിലനിൽക്കണം. അപ്പോൾ ഗംഭീറാണെങ്കിൽ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അതായത് നന്നായിട്ട് പെർഫോം ചെയ്താൽ ടീമിൽ നിലനിൽക്കാം എന്നൊന്നും പറയുന്നില്ല. പിടിച്ച് പുറത്താകത്തില്ല, പുറത്താക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല എന്നത് തന്നെ ഇവർക്ക് മനസ്സിലായി. അത് മാത്രമാണ് തങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരേയൊരു വഴി എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ കുറച്ച് ഈ കഴിഞ്ഞ 3 കളികളിലായിട്ട് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഈവൻ ദോ രോഹിത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസ് തൊട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാറ്റിംഗ് ആവറേജിലും കാര്യങ്ങളിലും ഇതേപോലെ രോഹിത് എന്ന് പറയുന്ന ആ ഒരു ബാറ്റ്സ്മാൻ പണ്ട് നമുക്ക് 3 ഡബിൾ സെഞ്ചുറീസ് അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റ്സ്മാൻ്റെ ആ ഒരു ഗ്ലിംസ് നമുക്ക് പയ്യെ പയ്യെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും.
ഓക്കെ. അപ്പോൾ അതേ ഒരു കാര്യം കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും കാണാൻ തുടങ്ങി. അത് കോഹ്ലി തന്നെ പറയുകയുണ്ടായി. ഇവൻ ദോ അത് സ്റ്റാർട്ട് ചെയ്തത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. ഓസ്ട്രേലിയയിൽ വെച്ച് ഇവൻ ദോ സ്ട്രൈക്ക് റേറ്റ് ഇത്തിരി കുറവാണെങ്കിൽ പോലും ഹാഫ് സെഞ്ചുറി അടിച്ച് അദ്ദേഹത്തിന് മികവ് കാണിച്ചു. അതെൻ്റെ നാട്ടിലൊന്ന് റാഞ്ചിയിൽ വെച്ച് ഫസ്റ്റ് ODIയിൽ 135 റൺസ് അടിച്ച് തൻ്റെ ആ ഒരു പഴയ ആ ഒരു മൊമെൻ്റം അദ്ദേഹം ബ്രിങ് ബാക്ക് ചെയ്തു. അത് അദ്ദേഹം തന്നെ കോഹ്ലി തന്നെ പറയുകയുണ്ടായി. അതായത് എൻ്റെ ആ ഒരു ബാറ്റിങ്ങിനെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് റാഞ്ചിയിലുള്ള ഇന്നിങ്സ് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ തുടർന്ന് വന്ന അടുത്ത ഏകദിനത്തിലും റായ്പൂർ വെച്ച് ഇതേപോലെ സെഞ്ചുറി അടിച്ചു. ലാസ്റ്റ് നടന്ന വിശാഖപട്ടണം അല്ലെങ്കിൽ വൈശാഖിൽ നടന്ന കളിയുടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർ ഇല്ലാതായിപ്പോയി. സ്കോർ ഉണ്ടായിരുന്ന ഈ ഒരു കളിയും കൂടെ കോഹ്ലി സെഞ്ചുറി അടിച്ചു. താൻ ഇവിടെ അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും ഒഴിവാക്കാനാവാത്തൊരു ഘടകം താൻ തന്നെയാണ്, അല്ലെങ്കിൽ താൻ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും കോഹ്ലി ഇതേപോലെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിന് താങ്ക്സ് ടു ഗംഭീർ, താങ്ക്സ് ടു ദ സെലക്ടേഴ്സ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും കോഹ്ലി എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാനെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫോമിലേക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ എൻഹാൻസ് ചെയ്യപ്പെടാനും സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് എത്ര നാൾ തുടരുന്നോ അത്രയും നാളും ഇങ്ങനത്തെ ഒരു കോഹ്ലിനെ നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. കോഹ്ലിയുടെ ഈ ഒരു മാജിക് അത് തുടരട്ടെ.